തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ മരണമുറപ്പിക്കാൻ മുഖ്യപ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ച് ദേഹപരിശോധന നടത്തിയെന്ന് പോലീസ്. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി അവശനിലയിലാക്കിയ ശേഷം ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലാണ്. കസ്റ്റഡിയിലുള്ള 4 പ്രതികളുമായി പോലീസ് സംഘം ഇവിടെ തെളിവെടുപ്പ് നടത്തി. കേസിലെ 2ാം പ്രതിയായ ആഷിഖ് ജോൺസണെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് 4 പ്രതികളുമായും പോലീസ് സംഘം ഒരുമിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 1ാം പ്രതി ജോമോന്റെ വീട്ടിലും ഗോഡൌണിലും എത്തിച്ചായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. മർദ്ദനമേറ്റ് അവശനിലയിലായ ബിജുവിനെ ആദ്യം എത്തിച്ചത് ജോമോന്റെ വീട്ടിലെന്ന് പോലീസ് പറയുന്നു. മരിച്ചെന്നുറപ്പാക്കാൻ ദേഹപരിശോധന നടത്തി. ഇതിനുശേഷമാണ് മൃതദേഹം ഗോഡൌണിലേക്ക് മാറ്റിയത്. മൃതദേഹം എത്തിച്ചത് ജോമോൻ, മുഹമ്മദ് അസ്ലം, ആഷിഖ് ജോൺസൺ എന്നിവരാണ്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കസ്റ്റഡി കാലാവധി അവസാനിച്ച ജോമോൻ, ജോമീർ, മുഹമ്മദ് അസ്ലം എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 5 ദിവസത്തേക്കാണ് ആഷിഖിനെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിലെ നിർണായക തെളിവായ ആഷിഖ് ജോൺസൺ ബിജുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഇന്നലെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൈയിലും കാലിലും ബിജുവിനെ കുത്തി മുറിവേൽപ്പിച്ചു എന്ന് ആഷിഖ് മൊഴി നൽകിയിരുന്നു. 24 ഇടുക്കി.